ഹായ് ഫ്രണ്ട്സ്, ദൃശ്യം 2 നേര് എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയും തിരക്കഥാകൃത്തുമായ ശാന്തി മായാദേവി തൻ്റെ സിനിമ നിയമ ജീവിതത്തെക്കുറിച്ചും മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായുള്ള അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്. ജയിലിൽ നിന്ന് മമ്മൂക്കയെ ഇറക്കിക്കൊണ്ടുവരുന്ന വക്കീലായിരുന്നു ഞാൻ. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ സിനിമയിലെ ഡയലോഗുകളല്ല, നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാറായിരുന്നു. പഠിച്ചിറങ്ങിയാൽ ഉടൻ കോടതിയിൽ പോയി മാരാറെ പോലെ മാസ് ഡയലോഗുകൾ പറയണമെന്നായിരുന്നു LLB പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മമ്മൂക്കയെ മുന്നിൽ കണ്ടപ്പോൾ എനിക്ക് അതേ ഫീലിംഗ് ആയിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ ഡയലോഗ് പറയാൻ ആകാംക്ഷയോടെ നിന്ന തന്നോട് മമ്മൂക്ക വന്ന് താൻ ജൂനിയർ വക്കീലാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നിലയ്ക്കും വിലയ്ക്കും നിന്നാൽ മതി എന്ന് തമാശയായി പറഞ്ഞ കാര്യവും ശാന്തി പങ്കുവച്ചു. അതിന് മറുപടിയായി മാരാർ തൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയതാണെന്ന് താൻ പറഞ്ഞതായും ദൃശ്യം സിനിമയിൽ അഭിനയിക്കുമ്പോൾ പോലും ഉള്ളിലെ ആ മാരാർ ഫീൽ തനിക്ക് രോമാഞ്ചം തന്നിട്ടുണ്ടെന്നും ശാന്തി കൂട്ടിച്ചേർത്തു. ശാന്തി മായാദേവി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുന്നു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ശാന്തി കൃത്യമായി മറുപടി നൽകി. അത്തരം നല്ല ചർച്ചകൾ നടക്കുന്നുണ്ടെന്നത് സത്യമാണെന്നും ചിത്രം സംഭവിക്കണമെന്ന് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവുമെന്ന് ശാന്തി പറയുകയുണ്ടായി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ, എത്രയും പെട്ടെന്ന് വന്ന് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നും അത് ഏറ്റവും നല്ല സിനിമയായി മാറട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ഇതുപോലുള്ള നല്ല സിനിമാ വിശേഷങ്ങളും പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ.